Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 1ലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 24. Show that limit of 1 by 3 raised to n equal to 0. 1 by 3 raised to n ന്റെ ലിമിറ്റ് 0 ആണെന്ന് കാണിക്കണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ഗ്രോ ഫാസ്റ്റർ ദാൻ ലീനിയർ വൺസ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് ലീനിയർ ഫംഗ്ഷൻസിനെക്കാട്ടിലും കൂടുതൽ സ്പീഡിൽ ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് നമുക്ക് ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കാം. ഇവിടെ 3 raised to n ഉണ്ടല്ലോ, ഇതൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ n എടുത്തു, ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നോക്കൂ, ഈ n നെക്കാട്ടിലും എപ്പോഴും വലുതായിരിക്കുന്നത് 3 raised to n ഫോർ ഓൾ ലാർജ് n. നോക്കൂ, നമ്മൾ n ന് 1 കൊടുത്തു നോക്കൂ, n ന് 1 കൊടുത്താൽ 3 raised to 1 ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ 1 നേക്കാൾ വലുതാണ് 3. ഇനി n ന് 2 കൊടുത്തു നോക്കൂ, n ന് 2 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. 2 നെക്കാട്ടിലും വലുതാണ് 9. n ന് 3 കൊടുത്തു നോക്കൂ, 3 കൊടുത്തു കഴിഞ്ഞാൽ 3 ക്യൂബ് ഗ്രേറ്റർ ദാൻ 3. 3 നേക്കാൾ വലുതാണ് 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. 3 നേക്കാൾ വലുതാണ് 27 എന്ന് പറയുമ്പോൾ n ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ സൈഡിലുള്ള ഫംഗ്ഷൻ വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. ഇനി ഈ ഇനീക്വാലിറ്റിയുടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ആയിട്ട് വരും, തിരിഞ്ഞു വരും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 1 by 3 raised to n ഗ്രേറ്റർ ദാൻ എന്നുള്ളത് എന്താവും? ലെസ് ദാൻ ആവും. n എന്നുള്ളത് 1 by n ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നോക്കൂ, ഈ 1 by 3 raised to എന്നുള്ളത് പോസിറ്റീവ് ആണല്ലോ. കാരണം n ന് നമ്മൾ എന്ത് നമ്പർ കൊടുത്താലും 1 by 3 raised to n പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് 0 ലെസ് ദാൻ 1 by 3 raised to എന്ന് കൂടെ എഴുതാം. നമുക്ക് എന്ത് കിട്ടി? ഈ ഇനീക്വാലിറ്റി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർസ് തിയറം അപ്ലൈ ചെയ്യാം. സ്ക്വയർസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് 3 ഫംഗ്ഷൻസ് വേണം. അത് ഈ ഒരു ടൈപ്പ് ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി നോക്കൂ, ഈ രണ്ട് എൻഡിലുള്ള ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് നമുക്ക് അറിയാം, അത് രണ്ടും സെയിമും ആണ്. അപ്പൊ നോക്കൂ, 0 എന്നുള്ളത് എന്താണ്? അത് 0 0 0 എന്നുള്ള സീക്വൻസ് ആണ്. ഫസ്റ്റ് ടേം 0, അടുത്ത ടേം 0, നെക്സ്റ്റ് ടേം 0, എല്ലാ ടേംസും 0. നോക്കൂ, ഇത് എങ്ങോട്ടായിരിക്കും കൺവേർട്ട് ചെയ്യാം? ഇത് 0 എന്നുള്ള നമ്പറിലേക്കായിരിക്കും കൺവേർട്ട് ചെയ്യാം. അതേപോലെ 1 by എന്നുള്ള സീക്വൻസ് എടുക്കുക. ഇതിന്റെ ലിമിറ്റ് നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്രോബ്ലംസിൽ കണ്ടതാണ്. 1 by n ന്റെ ലിമിറ്റ് എന്താണ്? അതും 0 ആണ്. അപ്പൊ ഈ രണ്ട് എൻഡിലുള്ള ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് നമുക്കറിയാം, അത് രണ്ടും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതേ ലിമിറ്റ് തന്നെയായിരിക്കും 1 by 3 raised to n, അതായത് മിഡിലുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് എൻഡിലുള്ള ഫംഗ്ഷന്റെ ലിമിറ്റും 0 ആണെങ്കിൽ 1 by 3 raised to n എന്നുള്ള ഫംഗ്ഷന്റെ ലിമിറ്റും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ.